കടൽക്കരയിൽ നിരാശയോടെ വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസിന്റെ അടുക്കൽ വന്ന് വലയും വള്ളവും നിറയെ മത്സ്യം കൊടുത്തപ്പോൾ, നാഥ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചീത്തയാ കർത്താവേ, എന്നെ കൊള്ളില്ല ദൈവമേ, ഞാനൊരു വൃത്തികെട്ട മനുഷ്യനാണ് എന്ന് പറഞ്ഞ പത്രോസിനെ ഉടഞ്ഞുപോയ പാത്രത്തെ റീബിൽഡ് ചെയ്ത് വാക്കിന് പോലും വിലയില്ലാത്ത, പ്രവർത്തികൾക്ക് അർത്ഥമില്ലാത്ത, വാക്കിന് വിലയില്ലാത്തവന്റെ നിഴലിന് പോലും വിലയുള്ളവനാക്കി ആ കുശവൻ തീർത്തു. അതെ, പാപിനിയായ 7 ദുരാത്മാക്കൾ ശരീരത്തിൽ ബാധിച്ച, തെരുവ് ജീവിതം നയിച്ച, സകലരാലും തള്ളപ്പെട്ട മഗ്ദലക്കാരത്തി മറിയ എന്ന സ്ത്രീയെ ഈ കുശവൻ ഒരു വിശുദ്ധയാക്കി പണിതുയർത്തി. ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനയായിരുന്ന, ഷെയ്പ്പില്ലാതിരുന്ന കൂനയായ സ്ത്രീയെ തൊട്ടപ്പോൾ കുശവന്റെ കരം അവളുടെ മേളിൽ വന്നപ്പോൾ അവൾ നിവർന്നു നിന്നു. അതെ, അവന്റെ പണിശാലയിൽ പുതുക്കാൻ കഴിയാത്ത ഒരു മണ്ണുമില്ല. അവന്റെ ചക്രത്തിൽ, അവന്റെ കരത്തിൽ അവന് പണിതുയർത്താൻ കഴിയാത്ത ഒരു വ്യക്തിത്വമില്ല. ബൈബിൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പ്രവചന ഭാഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തില്ല. മനുഷ്യന്റെ ചിന്തയിൽ, മാനുഷികമായ ഭാഷയിൽ ചതഞ്ഞ ഓട ഉപയോഗിക്കാൻ കൊള്ളാത്തതാണ്. പുകഞ്ഞ കൊള്ളി പുറത്താണ്, പുകഞ്ഞ തിരി വേസ്റ്റാണ്, പുകഞ്ഞ തിരി പുറത്താണ്. പക്ഷെ പുകഞ്ഞ തിരിയെയും വീണ്ടും കത്തിക്കുന്നവൻ, ചതഞ്ഞ ഓടയെ ഓടക്കുഴലാക്കി തീർക്കുന്നവൻ ഇന്ന് പകൽ ജീവിക്കുന്നുണ്ട് എന്ന സത്യം തിരിച്ചറിയുക. ആ കരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, ആ ചക്രത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അവന്റെ കരം ഇപ്പോഴും എന്നെ പണിതുയർത്തുന്നു എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഈ ഓൺലൈൻ സർവീസിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എത്രയോ ഉടഞ്ഞുപോയ പാത്രങ്ങളെ, ചീത്തയായിപ്പോയ പാത്രങ്ങളെ ഈ കരം പണിതുയർത്തിയിട്ടുണ്ട്. യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ ആ കരം പണിതുയർത്തിയ എത്രയോ കരങ്ങൾ. യഹോവയായ ദൈവം അദൃശ്യനായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ പണിതുയർത്തിയ എത്രയോ കരങ്ങൾ. ഞാൻ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ, യേശു കർത്താവ് കുരുടന്റെ കണ്ണേലോട്ട് തൊട്ടു ആ കുശവന്റെ കരം. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച ആ കുശവന്റെ കരം തിമായുടെ മകനായ ബർത്തിമായുടെ കണ്ണെ തൊട്ടപ്പം അവനെ സംബന്ധിച്ച് വക്കു പൊട്ടിപ്പോയ പാത്രത്തിന്റെ ഒരു വക്ക് പിടിപ്പിച്ചതുപോലെയാണ് കണ്ണ് കൊടുത്തത്. സ്തോത്രം. കാരണം നിന്റെ മുഴു ശരീരത്തെയും പണിതുയർത്തിയ കരമാണത്. സ്തോത്രം. ഇനി ഒരു പദം ഞാൻ പറയുമ്പോൾ ആ പദത്തിന് വളരെ ഗൗരവമുണ്ട്. കുശവന്റെ കയ്യിലിരിക്കുന്ന മണ്ണിന് ആ കരത്തെ വിശ്വസിക്കാൻ കഴിയണം. കുശവന്റെ കരത്തിലിരിക്കുന്ന കളിമണ്ണിന് നിന്നെ പദ്ധതിയോടുകൂടെ എടുത്ത, കോരിക്കൊണ്ടുവന്ന, എവിടെയോ കിടന്ന് നിന്നെ കോരിക്കൊണ്ടുവന്ന് ചക്രത്തിന്റെ മേൽ വെച്ച, ഇപ്പോഴും നിന്റെ മേളിൽ വിരലുകൾ ഓടിച്ച് നിന്നിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാതെ നിന്നെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നെ പണിതുകൊണ്ടിരിക്കുന്ന ആ കൈ നിനക്ക് വിശ്വസിക്കാൻ പറ്റണം.